ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്കൂളിൽ പോവുക വൈദേഹി. ശരിക്കും അസുഖമൊന്നും മാറിയിട്ടില്ല. എന്നാലും ഇന്നലെ മാഷ് വിളിച്ചിരുന്നു വരണേ. അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു, മോള് പോകണം. മോൻ പോകുന്നില്ലേ. മോന് പനി ശരിക്കും മാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പനിക്കുന്നു. പിന്നെ അവന് നൈറ്റിൽ പനിക്കുന്നു. അങ്ങനെ മോനെ മാറ്റി കിടത്തി ഇവരുടെ കൂടെ, ഹസ്ബൻഡിൻ്റെ കൂടെ. അവൻ്റെ പനി ശരിക്കും മാറിയിട്ടില്ലല്ലോ. മോളെ മാറി. അങ്ങനെ ഞാനും മോളും ഇപ്പോഴത്തെ റൂമിലായിരുന്നു കേസ് കിടന്നത്. പിന്നെ വരണ്ടാന്ന് വെച്ചിട്ട് പനി. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ പുട്ടായിരുന്നു ആക്കി. കറിയൊന്നും വെച്ചിട്ടില്ല. ഇന്നലെ രാത്രിയത്തെ കൂന്തൽ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പഴമുണ്ട്, മൈസൂർ പഴം. അതൊക്കെ മതിയെന്ന് കരുതി അങ്ങനെ മോൾക്ക് വാരി കൊടുത്തു. മോൾക്ക് പോകാനൊരു മടി സ്കൂൾ. എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നിച്ചിട്ടാണ് ഗൈസ് സ്കൂളൊക്കെ പോവുക. ഇരട്ട കുട്ടികളല്ല. എന്തിനും ഇവർക്ക് ഒന്നിച്ചിട്ട് വേണം. ഒരാൾ പോയിട്ടില്ല, ഒരാൾ പോവില്ല. പക്ഷെ മാഷ് വിളിച്ചുകൊണ്ട് മോള് അയക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ മോള് പോന്നു. ഞാനാ ഉണ്ടാക്കി കൊടുത്തത്. എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഞാൻ പോവില്ല. എന്നിട്ട് കരയുന്നു, മമ്മി കൊണ്ടാക്കാൻ കൂട്ടാൻ വേണോ, വൈഭവില്ലാണ്ട് ഞാൻ പോവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടാക്കി തരാം മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോൾക്ക് പുട്ടൊക്കെ കൊടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് സ്കൂളിൽ കൊണ്ടാക്കി കൊടുത്ത് തിരിച്ച് വന്നപ്പം വീട്ടിലൊരാളില്ലേ, മോനുണ്ട്. ഇതാ ഇവിടെ ഇരുന്നിന്, ഞാൻ വരുന്നേരം സോഫയിൽ ഇരുന്നിന്. അസുഖം ശരിക്കും ഭേദമായിട്ട് അയക്കാമെന്ന് കരുതി ഗ്യാസ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഗ്യാസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.